ഇന്ന് ഞാനിവിടെ നാരങ്ങയാണ് അച്ചാറിടുന്നത്. ചെറിയ 2 നാരങ്ങയാണ്, കറുനാരങ്ങയാണിത്. ഇത് അച്ചാറിടാനായിട്ടാണ്. ഇനിയിപ്പോൾ അത് അരിഞ്ഞാൽ മതി. നാരങ്ങ അരിഞ്ഞ് വെച്ച്. ഇത് ചെറിയൊരു നാരങ്ങയാണ്, കറുനാരങ്ങയാണ്. പിന്നെ ഇതിന് ഇച്ചിരി ഉപ്പും വെള്ളവും കൂടി അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് നാരങ്ങ ഒന്ന് വാട്ടണം. വാട്ടിയിട്ട് വേണം അച്ചാറിടാൻ. മുളക് പൊടി 2.5 സ്പൂണ്, ഇഞ്ചി 1 കഴഞ്ച് ചെറുതായി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 1 കട്ടയാണ്, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കീറി വെച്ചേക്കുക. പച്ചമുളക് ഒരു 4-5 എണ്ണം ഉണ്ട്, കൊച്ചുള്ളി അരിഞ്ഞത്, കറിവേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ആണ്. വിനാഗിരി ഇത് വെച്ച് കഴിഞ്ഞ് പിന്നെ പുളി കുറവാണെങ്കിൽ ശകലം വിനാഗിരി ഒഴിക്കണം. പുളി ഉണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കുന്നില്ല, ഭയങ്കര പുളിയായിരിക്കും. ഉപ്പും വെള്ളം കൊടുക്കാൻ പാത്രം അടുപ്പേ വെച്ച് 1 ഗ്ലാസ് വെള്ളമാണിത്. ഈ ഗ്ലാസ് 1 ഗ്ലാസ് വെള്ളം, 1 സ്പൂൺ ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെള്ളം കൂടി തിളച്ച് നമ്മൾ നാരങ്ങ അതിനകത്തോട്ട് കുടഞ്ഞിടുകയാണ്. നാരങ്ങ ഉപ്പ് വെള്ളത്തിനകത്ത് കിടന്ന് തിളച്ച് വെക്കുവാണ്. വെച്ചിട്ട് അടുപ്പ വെച്ചു, എണ്ണ ഒഴിച്ചു. നല്ലെണ്ണയാണിത്. കടുകിട്ട്, എണ്ണയിട്ട് കറിവേപ്പിലയിട്ട്, വെളുത്തുള്ളിയിട്ട്, ഇഞ്ചിയിട്ട്, പച്ചമുളകിട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മൂത്ത് ഈ മഞ്ഞൾ പൊടി ഇടുകയാണ്. മുളക് പൊടി ഇടുകയാണ്. ഈ മൂത്ത് ഇനി നമുക്ക് നാരങ്ങ കുടഞ്ഞിടാം. നാരങ്ങ കുടഞ്ഞ് അപ്പോൾ 1 കാ സ്പൂണാണ്. കായം കാ സ്പൂണില്ല, സോറി, ഇനിയും കായം വേണമെങ്കിൽ ചേർത്താൽ മതി. പാകത്തിന് കുറവായതുകൊണ്ട് ശകലം കൂടി ഇടുകയാണ്. പുളി ഇച്ചിരി കുറഞ്ഞു, അതുകൊണ്ട് ശകലം വിനാഗിരി ഒഴിക്കുകയാണ്. 1 അടപ്പ് വിനാഗിരി ആയി. അവിടെ കയ്പും പുളിയോ കൂടുതലായിട്ടുണ്ടോന്ന്. കയ്പും കുറവാണ്, ആവശ്യത്തിനുള്ള കയ്പും പുളികളും. നാരങ്ങാച്ചാറാകുമ്പോൾ ശകലം കയ്പും പുളിയൊക്കെ വേണം, നല്ല കൂട്ടാനൊരു സുഖമുള്ളൂ. നോക്കട്ടെ കയ്പോ പുളിയോ വല്ലതൊക്കെ ഉണ്ടോന്ന്. നോക്കട്ടെ കയ്പോ പുളിയോ വല്ലതും കൂടുതലായിട്ടുണ്ടോന്ന്.
കയ്പും പുളി ആവശ്യത്തിനുള്ളതുള്ളൂ. നാരങ്ങാച്ചാറാകുമ്പോൾ ശകലം കയ്പും പുളി നല്ല കൂട്ടാൻ ഒരു രസമുള്ളൂ. അപ്പം നമുക്ക് കൂട്ടാവുന്ന വിധത്തിലുള്ള കയ്പും പുളിയുള്ളൂ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.